ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ. അദ്ദേഹം മടങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അഭിമാന നേട്ടത്തിന് ശേഷം ഇതാ വരികയാണ്. വലിയ ആവേശത്തിലായിരുന്നു അവിടെ ലാലേട്ടൻ്റെ വാക്കുകൾ വലിയ ശ്രദ്ധയോടെയാണ് എല്ലാവരും കേട്ടത്. എല്ലാം വളരെ നന്നായിരുന്നു. നല്ല കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് ഒരു ആർട്ടിസ്റ്റിന് കിട്ടാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ആ ഭാഗ്യത്തെ ഞാൻ എല്ലാവർക്കും, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് സിനിമകൾ അഭിനയിച്ചത് കർണഭാരവും വാനപ്രസ്ഥവുമാണ് രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. രണ്ടൊരു ക്ലാസിക്കൽ ആർട്ടല്ലേ, അതുകൊണ്ടായിരിക്കാം തീർച്ചയായും. സിനിമ എന്നതിലുപരി അതൊരു പെർഫോമൻസ് നൽകിയൊരു ക്ലാസിക്കൽ ആർട്ടാണ്. അതൊരു സംസ്കൃത നാടകമാണ്. മറ്റേത് ഒരു 3 ഡയമെൻഷണൽ ആർട്ടാണ്, കഥകളി. അത് സാധാരണ സിനിമയിൽ അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറില്ല. അതുകൊണ്ടായിരിക്കാം എടുത്തു പറഞ്ഞത്. മലയാളത്തിൽ അദ്ദേഹം പോയി പഠിച്ചിട്ട് പറഞ്ഞതാണ്. താങ്ക് യു. ഓക്കെ. സോ ഹംബിൾ. താങ്ക് യു. അങ്ങനെ വേണ്ടേ? തീർച്ചയായിട്ടും. താങ്ക് യു. ഞാൻ വീട്ടിലേക്ക്, ഞാൻ മദറിനെ, അമ്മയെ കാണാം. ശരി. താങ്ക് യു. ഓക്കെ. രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ. ആ പുരസ്കാരം എല്ലാവർക്കുമായി പങ്കുവയ്ക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വലിയ സന്തോഷമാണ് പുരസ്കാരം നേടിയതിലും എന്ന് അദ്ദേഹം പറയുന്നു. ഇനി പോകുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ അടുത്തേക്കാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് മോഹൻലാൽ പ്രതികരിച്ചിരിക്കുന്നത്.